ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോയ്ഷറി വ്ലോഗ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേറ്റ് ആൻഡ് ലൈം പിക്കിളിൻ്റെ റെസിപ്പിയാണ്. ഡേറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് ഒരു ദിവസം വെച്ചതാണ്. നമുക്കിനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. മൺചട്ടി ചൂടാക്കാൻ വെക്കാം. മൺചട്ടി നല്ല ചൂടായതിന് ശേഷം 1/4 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പം നമുക്കിനി 2 ടേബിൾ സ്പൂൺ കടുകിടാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടെടുക്കാം. നീളത്തിന് അരിഞ്ഞ പച്ചമുളക് ഇട്ടെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ടെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഈ മസാലേൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1 കപ്പ് അരിഞ്ഞു വെച്ച് ഈന്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം 125 ഗ്രാംസ് ഓഫ് ഡേറ്റ്സ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഉപ്പിലിട്ട നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 250 ഗ്രാംസ് ഓഫ് ലെമൺ ആണ്. ഒരു 6 to 7 ലെമൺ ഉണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നാരങ്ങയും ഈന്തപ്പഴം നന്നായിട്ട് ആ മസാലയിൽ മിക്സ് ആകണം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിനിഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാം. നിങ്ങൾക്കിനി ഒത്തിരി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അല്പം വിനിഗർ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കഴിയുന്നതും ചേർക്കാതെ ഇരുന്നാൽ ഒത്തിരി നാളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം ആ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി സിമ്മിൽ വെച്ചതിന് ശേഷം 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കി വെക്കാം. അങ്ങനെ ഡേറ്റ്സ് ലൈം പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാം.